വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാനിതാ പുറത്തൊക്കെ പോയി വരികയാണ്. അപ്പൊ ഇതാണ് എന്റെ പൊന്നാര അമ്മായിമ്മ. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലുള്ള ആളുകൾക്ക് സംശയമുണ്ട് ഇത് ആരാണെന്ന്. നിങ്ങൾ ആരാണ് ഗൈസ്? എനിക്കറിയില്ല കേട്ടോ ഇത് ആരാണെന്ന്. ശരിക്കും നിങ്ങൾ ആരാ? യെസ്, പുതിയ ആപ്പിളിന്റെ ഉമ്മ അമ്മായിമ്മ. പക്ഷെ അമ്മായിമ്മ അല്ല കേട്ടോ, ഉമ്മ തന്നെയാണ് അല്ലേ. ഇവിടെ വരി. ഉമ്മ പോയി ഉമ്മക്ക് ചീര ഇട്ടീന അപ്പൊ അത് ഇതാക്കാൻ വേണ്ടിട്ട്. എന്താണ് സുഖല്ലമ്മ? പക്ഷെ ഇമ്മാന്റെ അടുത്ത് നിക്കുമ്പോ ഞമ്മളൊക്കെ ഗ്ലാമർ ഉണ്ടാവല്ലോ, കാരണം പഴയ കാലത്തെ സുന്ദരിയാണ് കേട്ടോ. അത് പോയി. കാരണം എന്താ വെച്ചാല് ഉമ്മാന്റെ ഗ്ലാമർ നമ്മൾ മൈക്കപ്പ് ഇട്ടാലും എത്തൂല കേട്ടോ. കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും നാച്ചുറൽ ആയിട്ട് അടുക്കളയിൽ ജോലി എടുക്കുന്നതിന്റെ ഇടയിൽ ഉമ്മ ഒരു വീഡിയോ എടുക്കുക വെച്ചുമ്പോ ഓടി വരുന്ന കേട്ടോ. ഒരു ഫേസിൽ ഒരു ഇതിടാതെ അത്രക്ക് സുന്ദരി കേട്ടോ. നമ്മള് കൊറേ പൊട്ടി അടിച്ചതാക്കിയാലും ഉമ്മാന്റെ അടുത്ത് എത്തൂല ഗൈസ്. എന്തൊരു സുന്ദരി അറിയോ? വിഡലീസ് അല്ല, ഉമ്മ വിഡലീസാണ്. പക്ഷെ ഭയങ്കര സുന്ദരി കേട്ടോ. ചെറുപ്പത്ത് ഭയങ്കര സുന്ദരി ആവുമല്ലോ ഇപ്പൊ സുന്ദരി ആണെങ്കിലും. നിങ്ങൾക്ക് ഇപ്പൊ എത്ര ഏജ് ഉണ്ടാവുമ്പോ? നിങ്ങൾ പോവല്ലേ, ഇങ്ങോട്ട് വരി. ഒരു 45 ഇങ്ങോട്ട് വരി. പഠിച്ചോരി എന്തെങ്കിലും എന്റെ അമ്മായിമ്മ വയസ്സ് പറഞ്ഞല്ലോ. എത്ര? 58ാമത്തെ വയസ്സ്. 58ാമത്തെ. പക്ഷെ എന്നാലും ഈ ഒരു 58ാമത്തെ വയസ്സിൽ നല്ല സുന്ദരി ആയിക്കില്ലേ. അത് മാത്രല്ല ഇപ്പൊ കാണിച്ചു തരാൻ പറ്റാത്ത മുടി അത്യാവശ്യം നല്ല മുടി കേട്ടോ അല്ലേ. നിങ്ങൾ ചെറുപ്പത്തെ അത്രയും എയർ ഓയിലൊക്കെ തേച്ചിട്ടാ? നല്ല കോതു. ഈ ഒരു പ്രായത്തിൽ നല്ല രീതിയിൽ മുടിയുണ്ട്. പിന്നെ ഓവർ വെള്ള മുടിയൊന്നും ആയിട്ടില്ല. ഇല്ലാന്നല്ല, പക്ഷെ ഓവർ വെള്ളമുടി. നമ്മളതൊക്കെ ഇപ്പൊ തന്നെ ഉള്ളൊക്കെ പോയി, കളറൊക്കെ പോയി. ഉമ്മാൻ ഇന്റെ പിന്നെ ഞാൻ കൊറേ വെട്ടിട്ട്, പക്ഷെ ഉമ്മാന്റെ നല്ല മുടി ഉണ്ട് അല്ലേ. ഇനി നടക്കും. അപ്പൊ നമ്മൾ വീണ്ടും നമ്മള് ഫാമിലി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇപ്പൊ കുറേ ഫാമിലി അല്ലാത്ത ഒരുപാട് പ്രൊമോഷൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പൊ വീണ്ടും ഞങ്ങളെ അടിപൊളി ഉമ്മാന്റെ റെസിപ്പി ഐറ്റംസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും തകർത്ത് അഭിനയിക്കാൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യാ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലൊരു യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പൊ ഇതില് ഒരു 3 കോംബോ വരുന്നൊരു ബോട്ടിലാണ്. അപ്പൊ ഇതിലിപ്പോ ഞാന് വൈറ്റ് ഒരു ലീഫ് ഉണ്ട്, അത് തിളപ്പിച്ചിട്ടാണ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കലാണ്. എന്നിട്ട് റൂമിൽ കൊണ്ടുവച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള ടൈമിൽ ഇപ്പൊ കുടിക്കുകയാണ്. ഞാനിപ്പോ ഇതാ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളെ ഡയറ്റിങ് കേട്ടോ. ഇനിയിപ്പോ ഞാൻ വർക്കൗട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ അതിന്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യണം. എന്നിട്ട് വീണ്ടും ഞാനിതാ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എൻ്റെ ഡയറ്റിങ് റൂട്ടീനൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടു. അപ്പോൾ ഡയറ്റിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ ഹസുട്ടി ഇതാ പുതുതായിട്ടുള്ള അവൻ്റെ യൂണിഫോമൊക്കെ വെയർ ചെയ്തിട്ട് ഇതാ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവൻ എന്നെ ഞാൻ ഷോക്സ് ഇട്ടോളാന്ന് പറഞ്ഞിട്ട് ആളിതാ ഷോക്സ് ഇട്ടാൻ കേട്ടോ. ലൈറ്റ് കളറാണ് ഗൈസ്. പക്ഷേ എത്രത്തോളം വൃത്തി മക്കൾ കൊണ്ടെടുക്കുന്നൊന്നും അറിയില്ല, കാരണം അത്രയും ലൈറ്റാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഗൈസ് ഇത്രയും ലൈറ്റായിട്ടുള്ള കിട്ടിയിട്ടോ. അപ്പോൾ ആളെന്നെ ഒറ്റയ്ക്ക് ഷോക്സൊക്കെ ഇടാൻ ഞാൻ വലിയ കുട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അവൻ്റെ ആഗ്രഹമല്ലേ. അപ്പോൾ അവന് പുതിയ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുക. സെറ്റിയേ, സെറ്റല്ലേ? ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്ന് നമ്മളെ കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. ഹസുട്ടി ഇതാ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോവുകയാണ്. അത് യൂണിഫോമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള ബോട്ടിലും അതുപോലെ തന്നെ ലഞ്ചും പിന്നെ സ്നാക്സൊക്കെ ഇതിലാക്കിയിട്ടുണ്ട് കേട്ടോ. ബോട്ടിൽ ഞാൻ നൈറ്റിൽ കാണിച്ചതിൻ്റെ ചെറിയ ബോട്ടിലാണ് കേട്ടോ, അതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ നമ്മൾ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് നേരം. അവന് കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടുണ്ട്. 8:45 കേട്ടോ അവൻ്റെ ബസ് വരിക. അതൊക്കെ വന്നതിന് ശേഷം എൻ്റെ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിണല്ലോ. അപ്പോൾ അതുകൊണ്ട് മോർണിംഗ് ഇതാ ഒരു ചപ്പാത്തി, ഒരു ഇഡ്ഡലി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. പിന്നെ ഞാൻ നൈറ്റിൽ കാണിച്ചല്ലോ ആ വെള്ളമാണ് കേട്ടോ, വൈറ്റ് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണ്. അതിന് ശേഷം എനിക്ക് കുറച്ച് കൊറിയറൊക്കെ അയക്കാണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ഷോപ്പിൻ്റെ ഒരു പ്രൊമോഷന് പോകണം. അപ്പോൾ എനിക്ക് അത് അയക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഇക്കാൻ്റെ അടുത്ത് കൊടുത്തയക്കാം കേട്ടോ. ചില ഘട്ടങ്ങളിൽ ഇക്കാനോട് ഞാൻ കൊറിയർ അയപ്പിക്കും. അപ്പോൾ ഇക്കഥ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോസായിട്ട് വരാം. ബൈ.